പൂരം നാളുകാരാണ് നിങ്ങൾ. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ഇവരുടെ എല്ലാം ലൈഫ് ഒരേ ടേംസ് ആണിൻ്റെയും പെണ്ണിൻ്റെയും ഓരോ ലെവലിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പൂരം നാളുകാർക്ക് 2 വിവാഹയോഗമുള്ള നാളുകാരാണ്. അവർ സ്നേഹിച്ച് ചിലപ്പോൾ പിരിഞ്ഞവരായിരിക്കാം. അങ്ങനെ ഇതായിരിക്കും. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആ ഒരു ഫീൽഡിലോട്ട് ലവ് ഫീൽഡിലോട്ട് പോകാതിരിക്കുക. 25 വയസ്സിന് താഴെ ഒരിക്കലും നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ കല്യാണം കഴിക്കരുത്. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഉറപ്പാണ് സർക്കാർ ജോലി. താൻ പാതി ദൈവം പാതി എന്നല്ലേ. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമിക്കൂ, രക്ഷപ്പെടാതിരിക്കത്തില്ല. താൻ പാതി ദൈവം പാതി എന്ന ബാക്കി ദൈവം നോക്കട്ടെ. ഉറപ്പായിട്ടും നിങ്ങൾ രക്ഷപ്പെടും. പക്ഷേ ഇവരുടെ ലൈഫിൽ ഇവർ ചില തീരുമാനങ്ങളെടുക്കും. അതാണ് ഈ പൂരം നാളുകാർ താഴേക്ക് പോകാനുള്ള ഫസ്റ്റ് കാര്യം. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ലൈഫ് ഞാൻ തന്നെ തീരുമാനിക്കും, ഞാൻ തന്നെ മുന്നോട്ട് പോകും. ആ ഒരു തീരുമാനം തെറ്റാണ്. ഇവർ ദൈവത്തിന് നിങ്ങൾ മുൻതൂക്കം കൊടുക്കുക. ബാക്കി നിങ്ങൾ കഠിന പ്രയത്നിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ലെവലിലെത്തും. നിങ്ങളുടെ ചെറുപ്പകാലം ചിന്തിച്ചാൽ നിങ്ങൾക്കറിയാം. നിങ്ങൾ ചെറുപ്പകാലം നിങ്ങളുടെ യങ് ഏജും സമ്പന്നമായിരിക്കും. അത് കഴിഞ്ഞുള്ള ലൈഫായിരിക്കും പാടാ പോടാ എന്ന ലെവലിലിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ട് കഠിന പ്രയത്നിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ലെവലിലെത്തും. 25 വയസ്സിന് താഴെ പക്വതയാവുകൊണ്ട് ഒരിക്കലും കല്യാണം കഴിക്കാതിരിക്കുക.